അങ്ങനെ പതിവ് തെറ്റിക്കാണ്ട് തന്നെ നമ്മുടെ അണ്ണന്റെ പടം, അതായത് തല അജിത്തിന്റെ പടത്തിന്റെ ടീസർ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതും എല്ലാവരും കിടന്നുറങ്ങിയ ശേഷം. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല, ഇയാളുടെ എല്ലാ സിനിമയുടെ അപ്ഡേറ്റും ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. നമ്മളൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. വേറെ ഏത് ആളുടെ സിനിമ ആണെങ്കിലും ഇങ്ങനെ ചെയ്യൂല. അതായത് ചുമ്മാ റാൻഡം ടൈമിൽ തട്ടി വിടുക എന്നുള്ളതാണ്, അപ്ലോഡ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അത് ട്രെയിലറോ ടീസറോ എന്തോ ആയിക്കോട്ടെ, തോന്നിയ സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ചെയ്തു വിടുന്ന ഒരു കലാപരിപാടിയാണ് അജിത്തിന്റെ ഓരോ സിനിമയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാത്തിരിക്കണം, ഇപ്പൊ വരും എന്നുള്ള സമയത്ത് കാത്തിരിക്കണം. ഇത് മിഡ് നൈറ്റ് എങ്ങാണ്ടാണ് വന്നെന്ന് തോന്നുന്നത്, എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട്. സോ അതൊരു യൂണിക് വേ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഒരു 4 ദിവസം മുമ്പ് പ്രീ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഈ ടീച്ചറും ട്രെയിലറൊക്കെ അപ്ലോഡ് ചെയ്ത് വിടുന്നത്. അപ്പൊ എന്തായാലും ഇത് പരിപാടി വന്നിട്ടുണ്ട്, ഞാൻ പോലും ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. ഓ അടിപൊളി. ലൈക്ക റീസെന്റ് ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് ലൈക്ക കേട്ടോ. തൊട്ടതെല്ലാം പൊന്നാണ്. ഇതാ ഒറിജിനല്ലേ? ഒറിജിനാണ്. അജിത് കുമാർ. എന്താ മിസ്സിംഗ് സംഭവം എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. പരിപാടി മഗീൾ തിരുമലി, പുള്ളി നല്ല ഡയറക്ടറാണ്. എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ടറാണ്. ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിനകത്ത് ഇത്ര നേരമായിട്ട് ഒരു ഡയലോഗ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ബീജം കൊള്ളാടോ. അവന്റെ പേര് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്കായത്. സംഭവം കൊള്ളാം, ബീജം നന്നായിട്ടുണ്ട്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സംഭവം എന്തോ മിസ്സിംഗ് ആയിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണ അതിന്റെ പരിപാടിയാണ്. അപ്പൊ ഞാനൊരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഓക്കെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഇപ്പൊ പറയാം. എപ്പോഴാ റിലീസ്? ഓക്കെ പൊങ്കൽ 2025, അതാണ് സംഭവം. പൊങ്കൽ എന്ന് പറയുമ്പോ ജനുവരി റിലീസാവും. ഡേറ്റ് എപ്പോഴാന്ന് അറിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ടീസർ കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഒരു വെറൈറ്റി പരിപാടിയാണ്. സ്വന്തം നമുക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ. അപ്പോ വിടാമുയർച്ചി സ്റ്റാറിംഗ് തല അജിത് കുമാർ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ മഗീൾ തിരുമേനി, മ്യൂസിക് ബൈ അനിരുദ്ധ്. അജിത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയുടെ പീക്ക് ഹൈപ്പ് എന്ന് പറയുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക്കും മഗീൾ തിരുമേനി ആ ഒരു ഡയറക്ടറുടെ പേരാണ്. പുള്ളിക്കാരൻ നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്. എനിക്ക് എന്റെ ഒരു ഫേവറേറ്റ് ഡയറക്ടർ തന്നെയാണ് തമിഴിലെ. സോ പുള്ളിയുടെ റീസെന്റ് മൂവീസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ എന്തായാലും സിനിമ നന്നായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഞാൻ കേട്ട റൂമർ എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ എന്നുള്ള ഒരു മൂവിയുടെ റീമേക്ക്, അല്ലെങ്കിൽ അതിനെ ആ സ്റ്റോറി അഡാപ്റ്റ് ചെയ്തിട്ട് മറ്റൊരു പരിപാടിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. സംഭവം ടീച്ചർ കണ്ടിട്ട് എന്തോ ഡെസേർട്ടിലാണ് 70% സ്റ്റോറിയും കഥയും നടക്കണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ഫുൾ ഡെസേർട്ട് അഡ്വഞ്ചർ ആയിരിക്കും സിനിമ എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തോ മിസ്സിംഗ് ആയിട്ടുണ്ട്, പരിപാടി എന്തോ മിസ്സിംഗ് ആയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് പോകുന്ന പരിപാടിയാണ് ഈ കഥ ഫുള്ള് എന്ന് ഞാൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബാക്കി എന്തായാലും ട്രെയിലറും കാര്യങ്ങളൊക്കെ വരട്ടെ, അപ്പൊ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവുമായിരിക്കും. സോ ഇതിനകത്ത് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത്, ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഡയലോഗ്സും ഇതിനകത്ത് ഇല്ല. അതെന്താ പരിപാടി എന്ന് ആർക്കൊന്നും മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് ഒരു ഡയലോഗ്സ് എന്തെങ്കിലും പറഞ്ഞാലല്ലേ കുറച്ചെങ്കിലും ഡീകോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഡയലോഗ്സ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫുള്ളി വിഷ്വൽസ് മാത്രം. വിഷ്വൽസ് എല്ലാം നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് തന്നെയാണ്. നല്ലൊരു ഡെസേർട്ടിൽ കളർ ഗ്രേഡിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തലയുടെ സ്ക്രീൻ പ്രസൻസ് നോക്കുകയാണെങ്കിലും ഒരു പക്ക സീരിയസ്ലി പുള്ളിയുടെ ഒരു അപ്പിയറൻസ് തന്നെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ തന്നെയാണ് പുള്ളിയുടെ ടോട്ടൽ അപ്പിയറൻസ് വെച്ച് നോക്കും. പിന്നെ അർജുന്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിക്ക് തന്നെ പുള്ളിയും സ്കോർ ചെയ്യാൻ പറ്റിയ പരിപാടിയൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. സോ എന്തായാലും ഒന്നല്ലെങ്കിൽ സ്മഗ്ലിംഗ് അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് ഇതുപോലുള്ള ഏതോ ഒരു പരിപാടിയിലാണ് സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇൻ കേസ് ബ്രേക്ക് ഡൗൺ പോലെ ഒരു മൂവി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. അത്രയും എൻഗേജ്ഡ് ആണ് ആ സിനിമ. ത്രില്ലറാണ്.
അപ്പൊ എന്നാലും ഇത്രേ ഉള്ളൂ. ബാക്കി പൊങ്കലിന്റെ റിലീസ് ഡേറ്റ് എപ്പോഴാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല. പൊങ്കൽ എന്ന് പറയുമ്പോൾ ജനുവരി തന്നെ ആയിരിക്കും വരിക. അപ്പൊ എന്നാലും പടം കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. സോ ടീസറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരു നല്ല പരിപാടിയാണ് ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ വരട്ടെ, ആ സമയത്ത് നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. സോ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.